കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തീരത്ത് നിന്നും പുറപ്പെട്ട 8 ബോട്ടുകൾ ശക്തമായ തിരയിൽ അകപ്പെട്ടു. അതിൽ 4 ബോട്ടുകൾ തിരികെ തീരത്തെത്തി. ഉൾക്കടലിൽ ഇനിയും 4 ബോട്ടുകൾ കൂടിയുണ്ടെന്നാണ് തിരിച്ചെത്തിയവർ പറയുന്നത്. തീരസംരക്ഷണ സേനയുടെ തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഈ 8 ബോട്ടുകളിലായി 27 മത്സ്യത്തൊഴിലാളികളാണ് കുറേ നേരത്തേക്ക് ഒരു വിവരവുമില്ലാതെ നമ്മുടെ മുന്നിൽ നിന്നിരുന്നത്. ഇപ്പോൾ 4 ബോട്ടുകൾ തിരിച്ചെത്തി. മറ്റ് 4 ബോട്ടുകളുടെ അവസ്ഥ എന്താണ്? അതിലുള്ള മത്സ്യത്തൊഴിലാളികളുമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ സാധ്യമായിട്ടുണ്ടോ? നീലിമ, ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി 8 ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിനായി പുറംകടലിലേക്ക് പോയത്. അതിൽ 4 ബോട്ടുകൾ തിരിച്ചെത്തിയെന്നൊരു ശുഭവാർത്തയാണ് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞത്. ഇനി 4 ബോട്ടുകളും കടലിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തീരത്തുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ 4 ബോട്ടുകളും എന്താണ് ഈ ബോട്ടുകൾക്ക് സംഭവിക്കുക എന്നൊരു വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു മണിക്കൂർ മുൻപായി ഈ അവിടെ ഉൾക്കടലിൽ പെട്ടുപോയ ഒരു ബോട്ടിൽ നിന്നും ഒരു വ്യക്തി ഇവിടെ ഉള്ളവരുമായി സംസാരിക്കുകയുണ്ടായി, കോസ്റ്റൽ ഗാർഡുമായി സംസാരിക്കുകയുണ്ടായി. അവർ ഇപ്പോൾ സുരക്ഷിതരാണെന്നൊരു കാര്യമാണ് 1 മണിക്കൂർ മുൻപ് നമുക്ക് ലഭ്യമായത്. എന്നാൽ ഇപ്പോൾ അതിശക്തമായ മഴയും കാറ്റുമാണ്. പുറംകടലിലൊക്കെ തന്നെ കോസ്റ്റ് ഗാർഡ് ഇവിടെ നിന്ന് രക്ഷയ്ക്കായി പോയെങ്കിലും, അവർ തിരച്ചിലിനായി എത്തിയെങ്കിലും അവർക്കും അവിടെ തിരച്ചിൽ നടത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അതിശക്തമായ തിരമാലകളാണ്. ഈ തിരമാലകൾക്കിടയിൽ നിന്ന് തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നാണ് കോസ്റ്റൽ ഗാർഡ് നമ്മളോട് പറയുകയുണ്ടായത്. ഇവിടെ നിന്നുമുള്ള നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളടക്കം നിരവധി ബോട്ടുകൾ, 3 ബോട്ടുകളാണ് ഇവിടെ നിന്ന് ഈ ഒരു കടലിൽപ്പെട്ട 4 ബോട്ടുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനായി പോയത്. ഈ ബോട്ടുകളെ കുറിച്ച് ഇപ്പോൾ അവരുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡ്. അവർ സേഫാണ്. പക്ഷേ മറ്റു ബോട്ടുകൾ, തീരത്ത് പെട്ടുപോയ 4 ബോട്ടുകൾ എവിടെയാണെന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും ഉദ്ജനിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ ബോട്ടിൽ പെട്ടിട്ടുണ്ടാവുക, ഈ ബോട്ടിലുള്ളവർ സേഫ് ആണോ എന്നൊരു കാര്യം ഇതുവരെയും വ്യക്തമല്ല. അതിലൊരു ബോട്ട് തലകീഴായി മറിഞ്ഞു എന്നൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ആ ബോട്ടിലുള്ള ആൾക്കാർ സേഫ് ആണ് എന്നൊരു കാര്യം നമുക്ക് കുറച്ച് മുൻപ് അറിയാൻ സാധിക്കുകയുണ്ടായി. എന്തായാലും ഈ 4 ബോട്ടുകളാണ് തിരിച്ച് തീരത്തെ എത്താനുള്ളത്. ഉൾക്കടലിൽ അതിശക്തമായ കാറ്റും മഴയുമാണ്. ഈ ഒരു കാറ്റിലും മഴയിലും എങ്ങനെയാണ് ബോട്ടുകൾ പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു ആശങ്ക ഇവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും നമ്മളോട് കുറച്ച് മുൻപ് പറയുകയുണ്ടായി. ഉൾക്കടൽ വലിയ മഴയും കോളുമെല്ലാം ഉണ്ട്. 4 വള്ളങ്ങൾ ഇനിയും തിരിച്ചെത്താനുണ്ട്. വലിയ ആശങ്കയിലാണ് വിഴിഞ്ഞം തീരത്തെ നിവാസികൾ. ശ്രീനന്ദയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.